ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അതേപോലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റാണ് പാൻ കാർഡ് അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിലെ ടിൻ നമ്പർ അഥവാ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പറിന് തുല്യമാണ് നമ്മുടെ പാൻ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാം പാൻ നമ്പറും ആധാർ കാർഡും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. അതിന്റെ അവസാനത്തെ സമയപരിധി എന്ന് പറയുന്നത് 2023 മാർച്ച് 31. ആ സമയപരിധിക്ക് ശേഷവും പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാത്തവരുടെ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഹോൾഡ് ആയിട്ടുണ്ട്. 2024 ഫെബ്രുവരിക്ക് ശേഷം ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യാത്ത ഡിമാറ്റ് അക്കൗണ്ടുകൾ ഹോൾഡായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാത്തവർക്ക് ഇപ്പോഴും 1000 രൂപ ഫൈൻ അടിച്ച് ഇൻകം ടാക്സ് പോർട്ടൽ വഴി ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഓൾറെഡി നിങ്ങളുടെ പാൻ കാർഡ് ഇൻഓപ്പറേറ്റീവ് എന്ന കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് വഴി അത് ആക്റ്റീവ് ആക്കാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജെ ഓഫീസ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ പാൻ കാർഡിന്റെ കോപ്പിയും അതേപോലെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാൻ കാർഡ് ഓപ്പറേറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇൻകം ടാക്സ് പോർട്ടൽ ഗ്രീവ്നെസ് എന്ന സെക്ഷൻ ഉണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ഇത് ആക്റ്റീവ് ആക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് എന്നുള്ള കാറ്റഗറി നിലനിൽക്കുകയും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈ റേറ്റിലായിരിക്കും ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി NRIസിന്റെ കാര്യത്തിലാണെങ്കിൽ പാൻ കാർഡും ആധാർ കാർഡും മാൻഡേറ്ററി ആയിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം NRIസിന് ആധാർ കാർഡ് മാൻഡേറ്ററി അല്ല. എന്നിരുന്നാലും നിങ്ങളുടെ പാൻ കാർഡിന്റെ റെസിഡൻസി സ്റ്റാറ്റസ് NRI സ്റ്റാറ്റസിലേക്ക് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് സ്റ്റാറ്റസ് റെസിഡന്റ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ലിങ്ക് ചെയ്യാത്ത പക്ഷം NRIസിന്റെ പാൻ കാർഡും ഇനോപ്പറേറ്റീവ് എന്ന കാറ്റഗറിയിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ TDS ഡിഡക്ഷൻ ഹൈ റേറ്റിലേക്കായിരിക്കും മാറുക. അതേപോലെ NRIസിന്റെ പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്കിങ് മാൻഡേറ്ററി അല്ലെങ്കിലും NRIs ആധാർ കാർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ തന്നെയാണ്. ഇപ്പോഴും ലിങ്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ 1000 രൂപ ഫൈൻ കൊടുത്തിട്ട് വേണം ഇൻകം ടാക്സ് പോർട്ടൽ വഴി ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ. അതുകൊണ്ട് NRIസിനോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ പോയി നിങ്ങളുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുക. അതേപോലെ ആധാർ കാർഡുള്ള NRI ആണെങ്കിൽ പാൻ കാർഡും ആധാർ കാർഡും ഈ 1000 രൂപ ഫൈൻ അടിച്ച് ലിങ്ക് ചെയ്യുക. അതുതന്നെയായിരിക്കും എപ്പോഴും നല്ലത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാൻ കാർഡിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നെയിമിൽ പലപ്പോഴും പാൻ കാർഡിൽ നിങ്ങളുടെ സർനെയിം ഷോർട്ട് ഫോമിലായിരിക്കും, അതേസമയം ആധാർ കാർഡിൽ ഫുൾ അബ്രിവേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സക്സസ് ആകാറില്ല. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തിലെ പ്രശ്നങ്ങൾ, സിഗ്നേച്ചറിലെ മിസ്മാച്ച്, അവരുടെ പേരിലെ കറക്ഷൻസ്, നിങ്ങളുടെ സർനെയിം എപ്പോഴെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കറക്ഷൻസ്, എപ്പോഴും പാൻ കാർഡിലെയും ആധാർ കാർഡിലെയും ഇനി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിലെയും നെയിംസ് ഒരേപോലെ വരുന്നതിനെയാണ് നല്ലത്. അതുകൊണ്ട് അങ്ങനെയുള്ള ചേഞ്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. പുതിയ പാൻ കാർഡിന് അപ്ലൈ ചെയ്യാനും പാൻ കാർഡിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടത്താനും ഈസി ആയിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 വെബ്സൈറ്റുകൾ വഴിയാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യണമെങ്കിൽ ചെറിയ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ പാൻ കാർഡ് മാത്രം മതിയെങ്കിൽ, സോഫ്റ്റ് കോപ്പി ആയിട്ട് മാത്രം മതിയെങ്കിൽ വെറും 66 രൂപ മാത്രമേ ചിലവാകുന്നുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ഫിസിക്കൽ കോപ്പി കൂടി വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് ഡെലിവറി ചെയ്യാൻ 101 രൂപയും, അതേസമയം NRIസിന് സോഫ്റ്റ് കോപ്പിയും അതോടൊപ്പം തന്നെ ഫിസിക്കൽ കോപ്പിയും വേണമെങ്കിൽ അതും ഓവർസീസിലേക്ക് ഡെലിവറി കിട്ടുന്നതാണ്. അതിന് 1011 രൂപയാണ് ചിലവായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് UTI വെബ്സൈറ്റ് വഴി പാൻ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഡീറ്റെയിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. പാൻ മോഡിഫിക്കേഷൻ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ റീസെൻ്റ്ലി വന്ന പാൻ 2.0 പ്രൊജക്റ്റിനെ കുറിച്ചും കൂടി പറയാം. നവംബർ 25 സെൻട്രൽ ഗവൺമെൻറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി പാൻ 2 പ്രൊജക്റ്റ് ഡിക്ലെയർ ചെയ്തത്. നിലവിലുള്ള പാൻ സിസ്റ്റത്തിലെ ഒരു അപ്ഗ്രഡേഷനാണ് പാൻ 2 പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പാൻ 2.0 പ്രൊജക്റ്റ് വഴി പാൻ കാർഡിൽ ഒരു ഡൈനാമിക് QR കോഡ് ആഡ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി ടാക്സ് സിസ്റ്റം കുറേ കൂടി യൂണിഫൈഡും കുറേ കൂടി സോഴ്സ് വെരിഫിക്കേഷനും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. പാൻ 2.0 പ്രൊജക്റ്റ് ഡിക്ലെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. എപ്പോൾ മുതലാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, എപ്പോഴാണ് അത് റോൾ ഔട്ട് ആകുന്നതെന്ന കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാൻ 2.0 പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില സംശയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ സംശയം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാൻ ഹോൾഡേഴ്സ് പുതിയ പാൻ അപ്ലൈ ചെയ്യേണ്ടി വരുമോ, എന്തെങ്കിലും ചേഞ്ചസ് വേണ്ടി വരുമോ എന്നുള്ളതാണ്. എക്സിസ്റ്റിംഗ് പാൻ കാർഡ് ഹോൾഡേഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2017 ശേഷമുള്ള പാൻ കാർഡുകളിൽ ഓൾറെഡി QR കോഡ് ഉണ്ട്. അതിന് മുന്നേയുള്ള പാൻ കാർഡുകളിൽ QR കോഡ് ഇല്ലെങ്കിലും അവരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് പാൻ ഹോൾഡേഴ്സ് പുതിയ പാൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് പുതിയ പാൻ കാർഡ് വേണമെങ്കിൽ മോഡിഫിക്കേഷനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്, പക്ഷേ അത് മാൻഡേറ്ററി അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സിസ്റ്റിംഗ് പാൻ ഹോൾഡേഴ്സിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ലൈക്ക് നെയിം, സ്പെല്ലിംഗ്, അഡ്രസ് ചേഞ്ച് അങ്ങനെയുണ്ടെങ്കിൽ 2.0 പ്രൊജക്റ്റ് വഴി അത് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പാൻ 2.0 പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അറ്റ് പ്രസൻ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 2.0 പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യണമെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയ പാൻ കാർഡ് ഡൈനാമിക് QR കോഡ് ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ പഴയ പാൻ കാർഡുകൾ ഇതേപോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഫംഗ്ഷൻ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് പുതിയ കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2.0 പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇനി എങ്ങനെയാണ് പുതിയ പാൻ കാർഡിനോ അല്ലെങ്കിൽ പാൻ കാർഡ് മോഡിഫിക്കേഷന് അപ്ലൈ ചെയ്യുന്ന നോക്കാം. ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പാൻ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പുതുതായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പാൻ കാർഡിന് അപ്ലൈ ചെയ്തതിന് ശേഷം അത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇവിടെയുണ്ട്. നമ്മൾ ഇന്ന് പാൻ കാർഡ് എങ്ങനെ മോഡിഫൈ ചെയ്യാനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിക്ക് ടു അപ്ലൈ. ഇവിടെ ഈ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് റീജനറേറ്റ് ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ വഴിയാണ്. ക്ലിക്ക് ഓൺ ദിസ്. ഇവിടെയും കുറേ ഓപ്ഷൻസ് കാണാം. നിങ്ങൾ ഡിജിറ്റൽ പേപ്പർലെസ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ആധാർ ബേസ്ഡ് KYC ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതേപോലെ പാൻ കാർഡ് നിങ്ങൾക്ക് ഏത് മോഡിൽ വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡും ഈ പാനും വേണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ പാൻ മാത്രം മതിയെങ്കിൽ റെസിഡൻറ്റ് ഇന്ത്യൻസിനും നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനും 72 rupees മാത്രമേ വരുന്നുള്ളൂ. ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ എക്സ്ട്രാ ഡെലിവറി ചാർജ് കൂടി വരുന്നതാണ്. പാൻ നമ്പർ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇവിടെ പാൻ കാർഡ് നമ്പർ ഒന്നുകൂടി എൻ്റർ ചെയ്യുക. ക്ലിക്ക് ഓൺ ഓക്കെ. നിങ്ങൾക്കൊരു റെഫറൻസ് നമ്പർ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ റെഫറൻസ് നമ്പർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ഓൺ ഓക്കെ. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ആധാറിലെ പോലെ തന്നെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പേരൻസ് ഡീറ്റെയിലിൻ്റെ സെക്ഷനാണ്. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ മാരീഡ് വുമൺ ആണെങ്കിലും ഫാദേഴ്സ് നെയിം മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. മദേഴ്സ് നെയിം ഓപ്ഷനിലാണ്. ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. പാൻ കാർഡ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഫാദറുടെ പേരാണോ മദറുടെ പേരാണോ പാൻ കാർഡിൽ വേണ്ടതെന്നുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾ ഒന്നും ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് ഫാദറുടെ പേരാണ് വരിക. ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഡീറ്റെയിൽ, നിങ്ങളുടെ സ്റ്റേറ്റ്, ആപ്ലിക്കൻസ് ആധാർ നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഡീറ്റെയിൽ ആണ്. അത് ആധാറിൽ നിന്നും ഫെച്ച് ചെയ്തുകൊണ്ടും നിങ്ങളൊന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫോട്ടോ മിസ്മാച്ച് ഉണ്ട്, സിഗ്നേച്ചർ മിസ്മാച്ച് ഉണ്ടെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യുക. ഇനി സിഗ്നേച്ചർ മിസ്മാച്ച് മാത്രമാണെങ്കിൽ ഈ ഫോട്ടോ മിസ്മാച്ച് എന്നുള്ള ഡീസെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ വെരിഫിക്കേഷൻ സെക്ഷനാണ്. ഈ ബ്ലാങ്ക് സെക്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അതുപോലെ എത്ര ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഞാൻ 4 സെലക്ട് ചെയ്തു. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും വരിക. ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കറക്ഷൻ ഇൻ നെയിം എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഒരു 2 സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളാണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചേഞ്ച് ഇൻ നെയിം ഞാൻ കൊടുത്തു കഴിയുമ്പോൾ 3 ഡോക്യുമെൻറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഈ ബാക്ക് സ്റ്റെപ്പിലേക്ക് പോയതിന് ശേഷം എത്ര ഡോക്യുമെൻറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ 2 സെലക്ട് ചെയ്യുന്നു. ഇവിടെയെല്ലാം ആധാർ കാർഡ് തന്നെ ഓപ്റ്റ് ചെയ്യുക. കോപ്പി ഓഫ് പാൻ കാർഡ് സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ പാസ്പോർട്ട് സെലക്ട് ചെയ്തു. ക്ലിക്ക് ഓൺ സബ്മിറ്റ്. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റുള്ള ഓപ്ഷനാണ് വരിക. UPI പേയ്മെൻറ്റ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ നിങ്ങൾക്ക് ഓൺലൈൻ ബാങ്കിങ് വഴിയോ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പാൻ കാർഡുമായും പാൻ കാർഡിൻ്റെ മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാന്ന് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.